السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ദിവസങ്ങളായും ഗ്രന്ഥങ്ങളായും മനുഷ്യരാലും സമയങ്ങളായും പ്രത്യേക അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട്. റമളാൻ എന്ന ഈ ഒരു മാസം പരിശുദ്ധ റമളാൻ എന്നാണ് നാം പൊതുവെ പ്രയോഗിക്കാറുള്ളത്. റമളാൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ പരിശുദ്ധി നൽകി ആദരിച്ചിട്ടുണ്ട്. ഈ റമളാനിൻ്റെ എല്ലാ പരിശുദ്ധിയും അത് മടങ്ങുന്നത് പരിശുദ്ധ ഖുർആനിലേക്കാണ്. ഇപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പരിശുദ്ധി അർഹിക്കുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മാസത്തിന് പരിശുദ്ധ മാസമെന്നും ഈ ഒരു മാസത്തിൽ നാം ഖുർആൻ ഇറങ്ങിയതിന്, അവതരിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നാമൊക്കെ നോമ്പ് നോൽക്കുന്നത്. അതിനന്വർത്ഥമാക്കുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നാം പലപ്പോഴും ഓതാറുള്ളതും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നാം പ്രതിപാദിക്കാറുള്ളതും. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമദാൻ എന്നുള്ളത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിൽ അത് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആ ഒരു ഗ്രന്ഥം ഇറങ്ങലോടുകൂടെ ആ ഇറക്കപ്പെട്ട മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കലുകൊണ്ട് 30 ദിവസത്തോളം പട്ടിണി കിടന്നുകൊണ്ട് ആദരിക്കാൻ വേണ്ടി മനുഷ്യ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുശാസിക്കുകയാണ്. അത് അനുവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സത്യവിശ്വാസിയും പരിശുദ്ധ റമളാനിനെ 3 മാസം മുമ്പ് തന്നെ അതിന് വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നതും അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് ആ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ്. വലിയ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമ്മാനമായി നൽകുകയാണ് ചെയ്തത്. വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ആ ഒരു സമ്മാനം നൽകിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹ്ശറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ശുപാർശകനാവേണ്ട പ്രവാചകരാണ്. എല്ലാ സമുദായങ്ങൾക്കും ഒരു പ്രതീക്ഷയാണ്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് പരാതിപ്പെടുക ഒരു വിഭാഗത്തെക്കുറിച്ച് മാത്രമാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഖൗം, എൻ്റെ ജനത, ആ ജനത ആരാണോ പരിശുദ്ധ ഖുർആൻ അവഗണിച്ച് ജീവിച്ചിരുന്നത് അവരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്നത്. എൻ്റെ ജനതയിൽ അവർ ഖുർആൻ അവഗണിച്ചവരായിരിക്കുന്നു അല്ലാഹുവേ എന്ന് പരാതി പറയുന്ന ഒരവസ്ഥ. ആ പരാതിപ്പെടുന്നത് നമ്മെക്കുറിച്ച് ആവരുത്. ആ ഒരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാവണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ അവർ പരിശുദ്ധ ഖുർആനെ നിരന്തരം പാരായണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, അത് നിലനിർത്തുന്നുമുണ്ട്. വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് യർജൂന തിജാറത്തൻ ലൻ തബൂർ. അവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്, എപ്പോഴും ലാഭം കൊയ്യുന്ന, ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും ലാഭം കൊയ്യുന്ന വലിയൊരു കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു ഉദാഹരണമാണ്.
ഇനി ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് കടന്നാൽ അവൻ ഓതുന്ന ഓരോ അക്ഷരത്തിനും 10 ഹസനത്ത് പ്രതിഫലം, 10 നന്മകളാണ് അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്. അതും ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു അക്ഷരം, ഖുർആനികമായ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവനിക്ക് 10 പ്രതിഫലമാണ്. ഈ ഒരു 10 പ്രതിഫലത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അതെന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല, അതെത്രയാണെന്ന് വിശദീകരിച്ചിട്ടില്ല. ഇതെന്തുമാവാം. നമ്മൾ ഖുർആൻ ഓതുന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ദുനിയാവാണെങ്കിൽ ആ ദുനിയാവിലെ 10 പ്രതിഫലമാകാം, ഖബറിലാണെങ്കിൽ ഖബറിലെ 10 പ്രതിഫലമാകാം. ഇനി മഹ്ശറിലെ 10 ആവശ്യങ്ങളാണ്. സിറാത്തുപാലം വേഗതയിൽ വിട്ടുകടക്കണം, അതുപോലെ വലത് കൈയിൽ കിതാബ് ലഭിക്കണം, ഹൗദുൽ കൗസർ ലഭിക്കണം, അർശിൻ്റെ തണലിൽ നമുക്കൊരു ഇടം ലഭിക്കണം. ഇങ്ങനെയുള്ള 10 ആവശ്യങ്ങളാണോ? പരിശുദ്ധ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യശ്ഫഉ ലിസാഹിബിഹി ഫഇന്നഹു യശ്ഫഉ യൗമൽ ഖിയാമത്തി ലിസാഹിബിഹി. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണം. കാരണം ആ പരിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്ക് മഹ്ശറിൽ ആരാരുമില്ലാതെ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു പ്രതിസന്ധി സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏത് രൂപത്തിൽ ദുനിയാവിലാണെങ്കിലും ഖബറിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഓരോ ആളുകൾക്കും വലിയ പ്രതിഫലമാണ്, അത്യുദാത്തമായ പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തത്. ഒമൻ ഔഫാ ബി അഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാറുകൾ പൂർത്തിയാക്കുന്ന വേറെ ആരാണ് ഉള്ളതെന്ന് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാ നിലക്കുമുള്ള പരിപൂർണ അർത്ഥത്തിലുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ നമുക്ക് ആ ഒരു ഗ്രന്ഥത്തെ നമ്മിലേക്ക് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ ഖുർആന് അത് സ്വായത്തമാക്കാൻ കഴിയുമോ ആ മാർഗങ്ങളൊക്കെ നാം സ്വീകരിക്കണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ പതുക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയൂ എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ യതതഅതഹു ബിഹി, അവൻ പരിശുദ്ധ ഖുർആൻ വളരെ സാവധാനം വിക്കി അവൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് അവനിക്കൊരു പേജ് ഓതി കഴിയുമ്പോഴേക്ക് ഒരു ദിവസം ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. പക്ഷെ അവനിക്ക് 2 പ്രതിഫലമാണ്. ഒന്ന് ആ ഓതുന്നതിനും മറ്റേത് ആ കഷ്ടപ്പെടുന്നതിനും. അപ്പോൾ ഓരോരുത്തരെയും പരിശുദ്ധ ഖുർആനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഓരോ വ്യക്തിയെയും അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രചോദനം നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കാനും അത് നിരന്തരം പാരായണം ചെയ്യാനും അതിൻ്റെ യഥാർത്ഥ അഹലുകാരിൽ ഉൾപ്പെടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അനുഗ്രഹം നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.